ഈ ഉത്തർപ്രദേശുകാരെയും ബീഹാറുകാരെയൊക്കെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ കാണിക്കുന്ന താല്പര്യത്തിന് ഒരു അംശം പോലും അവർക്കില്ല. പക്ഷേ അത്ഭുതപ്പെടുന്നൊരു കാര്യം, അവരുടെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് അനേകം പുസ്തകങ്ങൾ ഹിന്ദിയിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട് എന്നുള്ളതാണ്. യു പിയിലെ കുറിച്ച് പഠിക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, വളരെ ആധികാരികമായി ഗവേഷണം നടത്തിയ ഇംഗ്ലീഷിലെ പുസ്തകങ്ങൾ, വലിയ പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ ഒക്കെ തന്നെ യു പിയെ കുറിച്ചും അതുപോലെ തന്നെ ബീഹാറിനെ കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിനെ കുറിച്ച് അത് ഇല്ലാതായിരിക്കുന്നു. ആ ഒരു ഗ്യാപ്പിലാണ് ഇവിടെ പ്രമേഷിൻ്റെ ഈ പുസ്തകം വരുന്നത്. ജനവിധിയുടെ 7 ദശകങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വരുന്നത്. അപ്പോൾ ഞാൻ ഈ പുസ്തകം ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത്, ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യം, ഈ 56-ലെ കേരളവും 2026-ലെ കേരളവും തമ്മിൽ എന്ത് സാമ്യമാണുള്ളത്? പേരുകൾ ഒന്നാണ് എന്നല്ലാതെ എന്നാണ്. ഒരുപക്ഷെ പേര് തന്നെ ഇപ്പം നാം മാറ്റാൻ പോകണം, കേരള എന്നുള്ളത് കേരളമായി മാറ്റാൻ പോകുന്ന ഒരു അവസരം. അത്രമാത്രം വലിയ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകങ്ങൾ വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നും ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന നമ്മുടെ ചെറിയാർക്ക് വളരെ ചെറുപ്പത്തിൽ, എനിക്ക് തോന്നുന്നു MA പഠിക്കും, 25-ാമത്തെ വയസ്സിൽ എഴുതിയ ഒരു ചരിത്രം, കാൽനൂറ്റാണ്ടെന്ന് പറയുന്ന ഒരു പുസ്തകം. ഒരു 15 വയസ്സായപ്പോൾ പിണറായി വിജയൻ തുടങ്ങിയ ആളുകളുമായിട്ട് ബന്ധമായി. CPM-കാർക്ക് പലർക്കും പലപ്പോഴും തോന്നിക്കാറുണ്ട്, ഈ പിണറായി വിജയൻ ചെറിയാണെന്നുള്ള അടുപ്പം എന്താ? കോടിയേരി ബാലകൃഷ്ണൻ MBA പരിചയപ്പെടുന്ന മുമ്പ് എന്നെയാണ് പരിചയപ്പെട്ടത്. അതുകൊണ്ടാണ് അത് പലർക്കും അറിയില്ല. കാരണം അദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് തന്നെ KSFന്റെ സംസ്ഥാന സെക്രട്ടറിയായി നടക്കുന്ന സമയത്ത്, ഫിലിപ്പം പ്രസാദ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് M. ഗോവിന്ദൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇവരുമായുള്ള ബന്ധം കൊണ്ടാണ് കേരളത്തിലെ 12 മുഖ്യമന്ത്രിമാരുമായി ബന്ധമുള്ള ഏകയാൾ ചെറിയാൻ ധാരാളമില്ല. ഞാൻ ഏകയാനോട് ചോദിച്ചു, പട്ടംതാനുള്ള പരിചയമുണ്ടെന്ന് ചോദിച്ചു. എനിക്കൊരു പരിചയമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പട്ടണത്തെ അറിയാം, ഞാൻ 3-4 വർഷം മുന്നേ വീട്ടിൽ കയറി ഇറങ്ങിയിരുന്നതാണ്. അപ്പം അവിടെ എനിക്കാണ് മാർക്ക്, വേറെ ഉണ്ടാവാൻ ഇനി സാധ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ സഹവർത്തിത്വത്തോട് ഇവർ പറയുന്ന കഥകൾ കേട്ട് അന്ന് പത്രം ഓഫീസുകൾ പരത്തി നടന്ന് നോട്ടുകൾ കുറിച്ച് 1 വർഷം കൊണ്ട് എഴുതിയുണ്ടാക്കിയ പുസ്തകമാണ് കാൽനൂറ്റാണ്ട്. പക്ഷേ അതിന്റെ പ്രകാശന ചടങ്ങിൽ ഞാൻ 7 മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചു. ജീവിച്ചിരുന്ന 7 മുഖ്യമന്ത്രിമാരും ഒരു ലയസിൽ അണിഞ്ഞിരുന്നു. കേരളത്തിലെ 7 മുഖ്യമന്ത്രിമാർ ഒരുമിച്ച് ഒരു പുസ്തകം പ്രകാശനം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. എല്ലാവരും പാർട്ടി പക്ഷപാതികളാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളൊക്കെ വളർന്ന ഒരു പഴയകാലത്തിന്റെ ബാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായിട്ടാണ് കാര്യങ്ങൾ കണ്ടത്. പാർട്ടിയുടെയോ മുന്നണിയുടെയോ പ്രചരണത്തിൽ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു മഹാമോശം നാണംകെട്ട പരിപാടിയായിട്ടാണ് മാധ്യമപ്രവർത്തകർ കരുതിയിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് കാണാവുന്ന പോലെ, ടെലിവിഷനിൽ കാണാവുന്ന പോലെ എല്ലാവരും ഇന്ന പാർട്ടി ജയിക്കും, ഇന്ന പാർട്ടിയാണ് ശരി, ഇന്ന പാർട്ടി മാത്രമാണ് ശരി എന്ന് കരുതുന്നവരാണ് പാർട്ടിക്കാരല്ല, അതുകൊട്ടെ നിരീക്ഷകർ, മാധ്യമപ്രവർത്തകർ ഒക്കെ. അപ്പോൾ അത് സമൂഹത്തിലെ ഒരു മാറ്റമാണ്. അതാണ് ഈ സത്യാനന്തര സമൂഹം എന്ന് പറയുന്നത്. എല്ലാവരും അവരവരുടെ പക്ഷങ്ങളിലേക്ക്, അവരവരുടെ ഇക്കോ ചേംബറുകളിലേക്ക് ഒതുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതല്ലാത്തതൊന്നും കേൾക്കാനേ ഇഷ്ടമല്ല. ആ ഗ്രൂപ്പുകളിലേ ഉള്ളവർ, ഈ വാട്സപ്പ് ഗ്രൂപ്പ് അറിയാം, എല്ലാവരും ഒരു പക്ഷം മാത്രമാണ് അതിനകത്ത്. അല്ലാത്തവരെ ഒന്നുകിൽ ചീത്ത പറഞ്ഞ് മറ്റേ കാക്കകൾ ഇയാളെ കുയിലിനെ കൊത്തി ഓടിക്കുന്നു പറഞ്ഞ പോലെ ഒന്നുകിൽ കൊത്തി ഓടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അവിടുന്ന് ചാടി രക്ഷപ്പെടണം. ഇങ്ങനെയുള്ള ചേംബേഴ്സ്, നമ്മുടെ അഭിപ്രായം, നമ്മുടെ നിലപാടുകൾ മാത്രമേ നമുക്ക് രുചിക്കുന്നുള്ളൂ. അത് കേൾക്കാൻ പോലും നമ്മൾ തയ്യാറല്ല മറ്റുള്ളവർ. അങ്ങനെ ആയിരുന്നില്ല ഒരു കാലം. ചർച്ചകൾ കണ്ടിട്ടില്ല, എല്ലാവരും ഒരേ പക്ഷം. അതൊക്കെ അചിന്യമായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. ആരെതൊക്കെ കേൾക്കുന്നതെന്ന് ചോദിക്കും, ഒരേ പക്ഷം. നമുക്ക് ആ പക്ഷത്തോട് ആനുകൂല്യം ഉണ്ടെങ്കിൽ ആ പക്ഷം, ഇയാൾ പറയുന്നത് ഇന്നതെന്ന് അറിയാം, മറ്റൊരാൾ പറയുന്നതെന്ന് അറിയാം, ആങ്കർ പറയുന്നത് ഇന്നത്, ആങ്കർ അടക്കം എല്ലാ പാനലിസ്റ്റുകളും ഒരേ പക്ഷം. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇതിനാണ് ഇന്ന് സമൂഹത്തിൽ മാത്രമല്ല മാർക്കറ്റിൽ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ ഒച്ചയിട്ട് പക്ഷപാതിയായി നിൽക്കുന്ന ആങ്കറിന്റെ ചാനലിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ്. ഇത് മുമ്പൊക്കെ വലിയ അത്ഭുതമല്ല ഇങ്ങനെ പറഞ്ഞാൽ തന്നെ, കാരണം ആ സമൂഹം അപ്പോൾ തിരസ്കരിക്കുകയായിരുന്നു. ദേശീയ ചാനലുകൾ നോക്കൂ, അർണാബ് ഗോസ്വാമിയാണ്, അയാൾ BJPയുടെയും ഹിന്ദുത്വയുടെയും ആരാധകനാണെങ്കിൽ അയാളാണ് നമ്പർ 1. അടുത്ത ചാനൽ നോക്കുകയാണെങ്കിൽ അത് തന്നെ, അടുത്ത ചാനൽ നോക്കുകയാണെങ്കിൽ അവരാണ്. അപ്പൊ എല്ലാവരും പക്ഷപാതികളാവും. അതൊരു അവരുടെ കുറ്റമായിരിക്കില്ല, ഈ കാലം മാറുന്നതിന്റെ ആയിരിക്കാം. അതാണ് ആ ഒരു സാഹചര്യത്തിലാണ്
രമേശിനെ പോലെയുള്ള ഈ പുസ്തകത്തിനും രമേശിന്റെ നിലപാടുകൾക്കുമൊക്കെ ഒരുപക്ഷെ ഒരു പഴയ മൂല്യപരിഗണന അനുസരിച്ച് കരുതുന്ന എന്നെ പോലുള്ളവർക്ക് ഒരു വില കൽപ്പിക്കാൻ തോന്നുന്നു. മനുഷ്യ മനസ്സിന്റെ, മനുഷ്യ സ്വഭാവത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള അനേക സംഭവ പരമ്പരകളിലൂടെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മുമ്പോട്ട് പോയിട്ടുള്ളത്. നല്ലൊരു മഹാഭാരത കഥ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെയും കാണാൻ പറ്റുന്ന ഒരു വേദിയാണിത്. മഹാത്യാഗങ്ങളുടെയും വലിയ വലിയ ജനസേവനത്തിന്റെ, നിസ്വാർത്ഥ സേവനത്തിന്റെ വലിയ കഥകളുടെയും ഒരു പരമ്പര. അതോടൊപ്പം തന്നെ വഞ്ചനയുടെയും ചതിയുടെയും കൊതികാൽവെട്ടുകളുടെയുമായ മറ്റൊരു ഒരു പരമ്പര. അങ്ങനെ നിരവധി വൈവിധ്യപൂർണമായ ചരിത്രത്തിലൂടെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മുമ്പോട്ട് പോയിട്ടുള്ളത്. ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള 7 പതിറ്റാണ്ടുകളിലെ കഥയാണ് വിശദമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. താമസിക്കുന്നത്. എൻ്റെ പിതാവ് ദേശീയ പോലീസ് സേനാ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു. പള്ളിപ്പുറത്താണ് ഒരു ക്യാമ്പ് ഉള്ളത്. അപ്പം അന്ന് അവിടെ ക്വാർട്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് താമസിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അന്ന് 77 റോഡിന്റെ വശത്തായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഇന്നത്തെ പോലെ ഉച്ചഭാഷണിയിലുള്ള അനൗൺസ്മെന്റ് എല്ലാം കേൾക്കാം. അന്ന് തലേക്കുന്നിൽ ബഷീർ നിയമസഭാ മണ്ഡലത്തിലും ശ്രീ വയലാർ രവി പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കുന്ന സമയം. അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രചാരണത്തിനുള്ള ഈ അനൗൺസ്മെന്റ് വാഹനങ്ങൾ കാണുമ്പോൾ നമ്മൾ സാധാരണ സിനിമാ നോട്ടീസ് കാണുന്ന വാഹനങ്ങൾ കാണുമ്പോൾ നമ്മളെല്ലാം ഓടിപ്പോകുന്ന പോലെ ഞാൻ ഈ വാഹനങ്ങൾ കാണുമ്പോൾ റോഡിലോട്ട് ഓടിപ്പോവുകയും ഇത് കേൾക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഓർമ്മ. തെരഞ്ഞെടുപ്പുകൾ ശരിക്കും ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പൗരന്മാർക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർത്തുകയും അതിൽ അവരുടെ ജനഹിതം, അവരുടെ ഹിതം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്.